ദേ തള്ളെ, നിങ്ങളുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ടാണ് 2 ദിവസം മുമ്പ് നിങ്ങൾ ഇവിടെ കൂടെ നാക്കിട്ട് പോകുന്നത്. വീണ്ടും കെട്ടിപ്പറക്കി അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്തിന്റെ കുറവാണ്? വയസ്സായ അടങ്ങി ഒതുങ്ങി എല്ലായിടത്തും ഇരുന്നോണം. ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വീണ്ടും വരുമല്ലേ ചെയ്യുന്നത്? എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ വീട്ടിൽ വന്നാൽ മതി. ആരുടെ വീട്? അതൊക്കെ പണ്ട്. കാര്യം നിങ്ങളുടെ കെട്ടിയവരുണ്ടാക്കിയ വീടൊക്കെ ആയിരിക്കും. അയാളെ ചത്തത്തെ ഇപ്പൊ എത്ര വർഷമായി? പിന്നെ നിങ്ങളുടെ ഒറ്റ മോൻ നാട് നീടെ കുടിച്ച് നടന്ന് മൊത്തം കടവും വാങ്ങി ആ വീടിന്റെ ഉത്തരത്തിൽ കെട്ടി തൂങ്ങി ചത്തില്ലേ? 2 പിള്ളേരെ തന്നുകൊണ്ട് ഈ തള്ളേനെ എന്റെ തലയിലിട്ട് ബാക്കിയുള്ളവന്റെ കഷ്ടകാലം. ഉള്ളതൊക്കെ വിറ്റുപറക്കി വേറൊരു വീട് മേടിച്ച് സമാധാനത്തോടെ ജീവിക്കാന്ന് വിചാരിച്ച കഥകളൊക്കെ എന്നെ കൂടെ പറയിപ്പിക്കരുത്. ഞാൻ എന്റെ പിള്ളേരൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. അതിന്റെ ഇടയിലേക്ക് വലിഞ്ഞു കയറി വന്ന് ഉപദ്രവിക്കരുത് പ്ലീസ്. എന്റെ മോളെ, എന്റെ മക്കളല്ലേടി അവിടെ ഉള്ളത്. അവരുടെ കൂടെ ഞാൻ കഴിഞ്ഞോളാം. നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. അമ്മേനെ കൂടെ കൊണ്ടോടി. തള്ളെ, നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പിന്നെ ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുവാണോ? ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഇത് വളരെ സമാധാനത്തിൽ നടത്തുന്ന സ്ഥാപന, മനസ്സിലായ? അല്ല, നിങ്ങളെ വിശ്വസിച്ചല്ലേ 2 ദിവസം മുമ്പ് ഇവരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഇവര് ഇവിടുന്ന് ചാടിപ്പോന്നൊന്നും നിങ്ങളുടെ അനുവാദം ഇല്ലാതെ ആയിരിക്കും അല്ലെ? ഓ, അമ്മച്ചി പറഞ്ഞത് കൊച്ചുമക്കളെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് പട്ടിണി കിടന്ന് കരഞ്ഞപ്പോ പൊക്കോളാൻ പറഞ്ഞു വിട്ടത് ഞാൻ തന്നെയാ. പിന്നെ പൂച്ചക്കുഞ്ഞൊന്നും അല്ലാട്ടോ സഞ്ചിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് കളയാൻ. നിങ്ങൾക്ക് അമ്മേനെ വേണ്ടെങ്കിലും അമ്മയ്ക്ക് നിങ്ങളെ വേണോട്ടോ. അതൊന്നും ഓർമ്മയുണ്ടാവണം, നല്ലതാ. അതെ, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്ന. നിങ്ങൾ ഇവിടുത്തെ വാർഡന്റെ പണി നോക്കിയാൽ മതി. അല്ലാതെ ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ വന്ന് ഇടപെടാനൊന്നും നിൽക്കണ്ട. പൈസ ആവശ്യത്തിന് തരുന്നുണ്ടല്ലോ, ഓൾറെഡി എല്ലാം ഞാൻ പേ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ നിന്ന് ഇവര് ചാടിപ്പോതെ നിങ്ങൾ നോക്കണം. കുറെ പൈസയുടെ ഹുങ്ക്. പൈസ കൊടുത്ത് ഈ അമ്മേനെയൊക്കെ ഇവിടെ നോക്കാൻ ഏൽപ്പിക്കണം. നിന്നെ പോലുള്ള വർഗത്തിനെയൊക്കെ ചൂലെടുത്ത് അടിക്കണം. വെറുതെ ഉള്ളതല്ലേ, മക്കൾക്കൊന്നും വേണ്ട. നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്നേ നിങ്ങളുടെ ഈ കച്ചറ സ്വഭാവം കൊണ്ടാ. എന്നെ ആരും ഇവിടെ ഇട്ടിട്ട് പോയതൊന്നും അല്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടേക്ക് വന്നതാണ്. അല്ലാതെ ഇതുപോലെ നിന്നെ പോലുള്ളവളുമാരൊന്നും കൊണ്ടിട്ടിട്ട് പോയതൊന്നും അല്ല. പിന്നെ നിന്നെക്കാളും വലിയ ശീലാവധികളൊക്കെ ഈ നബീസു കണ്ടിട്ടുണ്ട്. കൂടുതൽ ഇവിടെ കിടന്ന് പ്രമാണിച്ചു കഴിഞ്ഞാ മോളെ നബീസു മര്യാദ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അതുകൊണ്ട് അമ്മായിമ്മേനെ ഇവിടെ ആക്കിയിട്ട് മോള് ചെല്ല്. പിന്നെ ഈ അമ്മേനെ ഇത്രയായിട്ട് ഉപദ്രവിക്കുന്നതിന് അള്ളാഹുവിന്റെ പുസ്തകത്തില് നീ ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. സമാധാനമായല്ലോ? നിങ്ങൾക്ക് സമാധാനമായല്ലോ? ഇവരുടെയൊക്കെ വായിലിരിക്കുന്നത് എന്നെ കേൾപ്പിച്ചപ്പോ സമാധാനമായല്ലോ? നിങ്ങൾ പൊക്കോ. ഇനി സരസ്വതേമ്മ അങ്ങോട്ട് വരണ്ട. വരരുത്. ഇനി നീ ഇവിടെ കിടന്ന് മിണ്ടിക്കഴിഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെറുക്കും. ഇറങ്ങി പൊടി നീ ഇവിടുന്ന്. നിങ്ങള് വിഷമിക്കണ്ട കേട്ടോ. ഈ അമ്മായിമ്മമാരെയൊക്കെ വില്ലത്തികളാക്കി വെച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നാ വന്നു കയറുന്ന മരുമക്കള് അമ്മായിയമ്മമാരെ ഇത്രയധികം ഉപദ്രവിച്ച് കണ്ണീര് കുടിപ്പിക്കണ കഥയൊന്നും ആർക്കും പറയാനില്ലെന്നേ. നിങ്ങൾ ഇവിടെ നിന്നോളി. അങ്ങോട്ട് പോവാനൊന്നും നിക്കണ്ട. അവരെങ്ങനെയാന്ന് വെച്ചാൽ ജീവിച്ചോട്ടെ. നിങ്ങൾക്ക് ഇവിടെ എന്തിന്റെ കുറവ്? പിന്നെ സരസ്വതിയമ്മേ, നമ്മുടെ ഷീലാമ്മ പുതിയ ആളാ, പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന ഞാൻ. ഇനിയിപ്പോ സരസ്വതിയമ്മേനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ, എല്ലാം കേട്ടുല്ലോ. നിങ്ങൾ സംസാരിച്ചിരിക്കട്ടോ. അല്ല ആനി ടീച്ചറെ, നിങ്ങളെല്ലാവരുടെയും കഥയൊക്കെ പറഞ്ഞു. എന്താ നിങ്ങളുടെ കഥ? നിങ്ങൾക്ക് ആരോ ഉള്ളേ? എനിക്കോ? എനിക്കെല്ലാവരും ഉണ്ടല്ലോ. സരസ്വതി അമ്മ, ഭവാനി അമ്മ, നബീസത്ത, ഇവിടുത്തെ കുറെ അന്തേവാസികള്, പിന്നെ ഇപ്പൊ ഷീലാമ്മ. എനിക്കെല്ലാവരും ഉണ്ട്. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഞാൻ ചോദിച്ചത് ആനി ടീച്ചറിന്റെ ഫാമിലിയൊക്കെ. ഷീലാമ്മച്ചിക്ക് അറിയോ, പുന്നത്തറ സ്കൂളിലെ ഏറ്റവും നല്ല അധ്യാപികയ്ക്കുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ് ഞാൻ. ഞാൻ പഠിപ്പിച്ച എൻ്റെ മക്കളെല്ലാം നല്ല നിലയിലാണ്. അവരെല്ലാവരും എന്നെ വളരെ സ്നേഹത്തോടെയാണ് ഓർക്കണേ. പക്ഷെ എൻ്റെ മോൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് അവനെ നേർവഴിക്ക് കൊണ്ടാൻ പറ്റിയില്ല. ഒരു 5 വയസ്സിലകത്തായി ഞങ്ങൾക്ക് താങ്ങാൻ പറ്റിയില്ല. എൻ്റെ ഭർത്താവ് സെബാസ്റ്റ്യൻ സാർ, അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു. മകൻ്റെ ഈ അവസ്ഥ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതിലധികമായിരുന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെയൊക്കെ തനിച്ചാക്കി അദ്ദേഹം പോയി. മകൻ ജയിലില്, ഭർത്താവ് മരിച്ചു. എൻ്റെ ഒരവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാലോ. അവൻ കുറച്ചാൾ കഴിഞ്ഞ് പുറത്തിറങ്ങി.
അവനെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ നിന്നില്ല. പക്ഷെ ഒരു വീട്ടില് രണ്ട് അപരിചിതരെ പോലെ ഞങ്ങൾ കുറെ നാള് താമസിച്ചു. അവൻ കാരണമാണ് അപ്പച്ചൻ മരിച്ചെന്നുള്ള കുറ്റബോധത്താൽ അവനും എനിക്കേറ്റ അപമാനം, പെട്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ എന്റെ ഭർത്താവിന് നഷ്ടപ്പെട്ട സങ്കടം ഞാൻ തകർന്നു പോയി. സത്യത്തില് മോനെ അടുത്ത് വിളിച്ചിരുത്തി ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഞാനൊന്ന് ചേർത്ത് പിടിച്ചു. പോട്ടെ മോനെ, സാരമില്ല, മോന്റെ അമ്മയുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ മതിയേ. പക്ഷെ അപ്പത്തെ സാഹചര്യത്തില് എന്റെ മനസ്സ് എനിക്ക് തന്നെ കൈവിട്ടു പോയി. എന്നിട്ട് മകനിപ്പോ എവിടെയുണ്ട്? അറിയില്ല. ഒരു ദിവസം രാവിലെ കാണുമ്പോ അവനില്ല വീട്ടിൽ. എവിടേക്ക് പോയെന്ന് അറിയില്ല. ഒരു ഫോൺ കോൾ ഇല്ല, ഒരു ലെറ്റർ ഇല്ല, ഒന്നുമില്ല. ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് ഈ അമ്മ അവനെ കാത്തിരിക്കുന്നു. എന്റെ മോൻ വരില്ലേ ശീലാമ്മ, എന്റെ മോൻ വരില്ലേ? ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ. ടീച്ചർ വിഷമിക്കണ്ട, അവൻ വരൂട്ടോ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവനെ കാത്തിരിക്കാം. അവനും കൂടി പോയ പിന്നെ ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു. സ്ലീപ്പിംഗ് പിൽസും ടെൻഷന്റെ ടാബ്ലറ്റ്സും കഴിച്ച് ഞാൻ മടുത്തു. രാത്രികളിൽ ഉറക്കമില്ല. ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. എൻ്റെ മോൻ വരുമ്പോ അമ്മ നന്നായിരിക്കുന്നത് കാണണ്ടേ. അതുകൊണ്ടാണ് എന്നെ പോലെ ഒറ്റയ്ക്കായി പോയ അമ്മമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ ടീച്ചർ എങ്ങനെ ഇവിടെ എത്തി? ഞാനോ? ഞാനല്ലല്ലോ, നിങ്ങളല്ലേ ഇവിടെ എത്തിയത്. ഇതെന്റെ വീടാ. ആരാരും ഇല്ലാത്തവർക്ക് ദൈവം തുണയുണ്ടെന്ന് പറയാറില്ലേ? നമ്മളെല്ലാവരും ദൈവത്തിൽ ആശ്രയിച്ച് ഇവിടെ ജീവിക്കാണ്. അതെ, പ്രാർത്ഥനയ്ക്ക് സമയമായി. ഇത് ശീലാമ്മച്ചിയാണ് കേട്ടോ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. അയ്യോ, ഞാനോ? എന്റെ പ്രാർത്ഥനയൊക്കെ വേറെയല്ലേ. ബാക്കിയുള്ള മതക്കാരൊക്കെ ഇവിടെ ഉള്ളതല്ലേ. ഇവിടെ എല്ലാ മതക്കാരും ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് ശീലാമ്മച്ചിയുടെ കൂടാണ്. ശീലാമ്മച്ചി പ്രാർത്ഥിക്കണം കേട്ടോ. ശരി. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണാമയനായ കർത്താവേ, കൂട്ടായിരിക്കണമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കും. എന്തിനാ കരയുന്നേ? നമ്മളമ്മമാര് കരയാൻ പാടില്ല. നമ്മള് എല്ലാം ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്നവരല്ലേ. ഒരു പുതിയ ജീവനെ ഭൂമിയിലേക്ക് വരുത്തുന്നവരല്ലേ നമ്മള്. എന്തെല്ലാം കഷ്ടപ്പാടുകളും സഹിച്ചാണ് നമ്മൾ ജീവിച്ചത്. ഞാൻ പഠിപ്പിച്ച മക്കളോട് ഞാൻ പറയാറുണ്ട്, മക്കളെ, നിങ്ങൾ ഏതൊക്കെ നിലയിലെത്തിയാലും നിങ്ങളുടെ അപ്പനെയും അമ്മേനെയും നോക്കണം. അവസാന കാലം വരെ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്നും അവർക്ക് കൂട്ടായിട്ടുണ്ടാവണേ മക്കളെ എന്ന് ഞാൻ പറയാറുണ്ട്. നമ്മളമ്മമാർ ഒരു കാര്യം മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തമായിട്ട് ജീവിക്കാൻ മറന്നുപോയവരാ നമ്മള്. നമുക്കാരുമില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും ആ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടണം. അതെ, നമുക്ക് വേണ്ടി ജീവിക്കാം. ഇനിയെങ്കിലും ആരും വിഷമിക്കണ്ട കേട്ടോ. ഞാനുണ്ട് കേട്ടോ, ഈ അനിയമ്മ ഉണ്ട് കേട്ടോ. എല്ലാവരും സമാധാനമായിട്ടിരിക്കും. കേട്ടല്ലോ?